പിതാവിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഒന്നിച്ച് പിന്നെയും ഒരു വെള്ളിയാഴ്ച ദിവസങ്ങളൊന്നിച്ച് വരുവാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ കർത്താവ് നമ്മളെ അതിശയമായി നടത്തി. കർത്താവ് നടത്തിയ എല്ലാ വിധത്തിനുമായി നമുക്ക് നന്ദിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ള വ്യക്തികളായിത്തീരാം. നമുക്ക് ഒരു ഭാഗം വായിക്കാം. റോമർക്ക് ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ ഈ വാക്യം കേൾക്കുകയുണ്ടായി. റോമർക്ക് ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. Romans chapter 12 verse 1 and 2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. Okay, let's have it in English. I beseech you, therefore, brethren, by the mercies of God, that you present your bodies a living sacrifice, wholly acceptable to God, which is your reasonable service. And do not be conformed to this world, but be transformed by the renewing of your mind, that you may prove what is that good and acceptable and perfect will of God. Praise God. ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ വാക്യം അനേക പ്രാവശ്യം നമ്മൾ തന്നെ കേട്ടിട്ടുള്ള വാക്യങ്ങളാണ്. എന്താണ് ബുദ്ധിയുള്ള ആരാധന എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ധാരാളം ചിന്തിച്ചിട്ടുള്ളതാണ്. കർത്താവിൻ്റെ ഹൃദയത്തോട് സംസാരിച്ച രണ്ടാമത്തെ ഭാഗമാണ്. Verse 2 says, "Do not be conformed to this world." കഴിഞ്ഞ ചൊവ്വാഴ്ചയും പ്രിയ സഹോദരൻ സംസാരിക്കുകയുണ്ടായി. നമ്മൾ അനുരൂപരാകരുത്, ഈ ലോകത്തോട് അനുരൂപരാകരുത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഭാഗം വായിക്കുന്നുണ്ട്. "But be transformed by the renewing of your mind, that you may prove what is that good and acceptable and perfect will of God." നമ്മളുടെ ഒരു ആരാധനയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. "Therefore I beseech you," ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത്രയൊക്കെ മേളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു ബുദ്ധിയുള്ള ആരാധന എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം. ആരാധന എന്ന് പറയുന്നത് നമ്മൾ വിൽഫുള്ളി ചെയ്യുന്നൊരു കാര്യമാണ്. ഹൃദയത്തിൽ സന്തോഷം കൊണ്ട്. ഇപ്പം ഞാൻ ഒരാളെ ആരാധിക്കുന്നെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സന്തോഷത്തിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഐ കനോട്ട് ഫോഴ്സ് ഇറ്റ് ഔട്ട് ഓഫ് സംബഡി. എനിക്ക് ആരോടും പറയാൻ പറ്റില്ല, എന്നെ ആരാധിക്കണമെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം അത് ആരാധനയാകുകയാണ്. ആരാധനയാകുന്നത് എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ദൈവത്തിൻ്റെ സന്നിധി. അപ്പോൾ ഒരു ഭാഗം പറയുകയാണ്, നിങ്ങൾ ആരാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ അവയവങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവനുള്ള യാഗമായി സമർപ്പിക്കണം. ദാറ്റ് വി ഹവ് ടോക്ക്ഡ് അബൌട്ട് മെനി ടൈംസ്. പല പ്രാവശ്യം ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത്. അടുത്ത ഭാഗത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, "ആൻഡ് ഡു നോട്ട് ബി കൺഫോംഡ് ടു ദിസ് വേൾഡ്." ഈ ലോകത്തോട് അനുരൂപമാകരുത്. പിന്നെ "ബട്ട് ബി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവിങ് ഓഫ് യുവർ മൈൻഡ്, ദാറ്റ് യു മേ പ്രൂവ് വാട്ട് ഈസ് ദാറ്റ് ഗുഡ് ആൻഡ് അക്സെപ്റ്റബിൾ ആൻഡ് പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്." ലെറ്റ് മീ മേക്ക് ഇറ്റ് സിമ്പിൾ. ഇവിടെ പറഞ്ഞിരിക്കുന്നു മനസ്സിന് ഒരു രൂപാന്തരം ഉണ്ടാകണം എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വീണ്ടും ജനന അനുഭവത്തിൽ കൂടി കടത്തിവിട്ടു. പരിശുദ്ധാത്മാവൊക്കെ നമുക്ക് തന്നതിന് ശേഷം പെട്ടെന്ന് നമ്മൾ പുതിയ മനുഷ്യരായി കഴിഞ്ഞതിന് ശേഷം പുതിയ മനസ്സുള്ളവരായിത്തീരുന്നില്ല. എൻ്റെ കൂടെ വരണേ എല്ലാവരും. ഓക്കെ, മനസ്സിലായോ? പെട്ടെന്ന് നമ്മൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് നമ്മൾ പുതിയ മനസ്സുള്ളവരായി തീർന്നില്ല. അപ്പോൾ എന്താണ് മനസ്സ്? മനസ്സെന്ന് പറഞ്ഞിട്ട് ഗോഡ് ഹസ് ഗിവൻ ആസ് എ വിൽ ആൻഡ് ഇമോഷൻ ആൻഡ് എ ഫാക്കൽറ്റി ടു ടേക്ക് കെയർ ഓഫ് ഓൾ ഡിസിഷൻസ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന മനസ്സിൽ നിന്നാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്. നമുക്ക് ആത്മീയമായിട്ടുള്ള തിരിച്ചറിവുകളിലേക്ക് വരുന്നതൊക്കെ മനസ്സിൽ നിന്നാണ്. അപ്പോൾ ഈ മനസ്സിന് പെട്ടെന്ന് രൂപാന്തരം എടുത്ത് നമ്മൾ എല്ലാ തീരുമാനങ്ങളും ദൈവഹിതപ്രകാരം തീരുമാനിക്കുക എന്നുള്ളൊരു പെട്ടെന്നൊരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആരാധിക്കണം. അത് ആരാധിക്കുന്ന ഒരു ഭാഗം, അത് നമ്മുടെ ജീവിതങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ഭാഗം. എന്നിട്ട് അടുത്ത് പറയണം, നിങ്ങളുടെ മനസ്സിന് രൂപാന്തരം വരണം. മനസ്സിന് രൂപാന്തരം വേണം. യുവർ മൈൻഡ് നീഡ് ടു ബി റിന്യൂഡ്. മനസ്സിന് രൂപാന്തരം വരണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ 2 മാസ്റ്റേഴ്സിനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. 2 മാസ്റ്റേഴ്സിനെയാണ്. ഞങ്ങൾ സൺഡേ സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ടെസ്റ്റിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, വാട്ട് ആർ ദ 2 മാസ്റ്റേഴ്സ്? 2 മാസ്റ്റേഴ്സ് ആരൊക്കെയാണ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയാ നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്ത എന്തായിരിക്കും? ദൈവവും പിശാചും. സാധാരണഗതിയുള്ള ചിന്ത ദൈവവും പിശാചും എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ ദൈവവചനം പറയുന്നതനുസരിച്ച് ഗോഡ് ആൻഡ് മാമൻ, അല്ലെങ്കിൽ ദൈവവും മാമോനും, ഇങ്ങനെയാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെയും 2 ദൈവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 2 ദൈവത്തെ പ്രസൻറ്റ് ചെയ്യണം. ഒന്ന് ലോകം, മറ്റേത് ദൈവം. ഈ 2 കാര്യത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. നിങ്ങൾ എന്തിനോട് അനുരൂപമാകരുത്,
എന്തിനോടോ അനുരൂപമാകണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം. നമുക്കറിയാം, നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് പോകുമ്പോൾ ഈ വൈ പോലെ പോകുന്ന, പണ്ട് അത് കൂടുതലായിരുന്നു, ഇപ്പം നമുക്ക് കൂടുതലും റൗണ്ട് അബൌട്ട്സാണ്. പണ്ട് വൈ നമ്മളോട് ചെല്ലുമ്പോൾ ഒരു ഡിവൈഡിങ് ആണ്, ഒന്നുകിൽ ഇടത്തോട്ടോ അല്ലെങ്കിൽ വടത്തോട്ടോ. ഈ രണ്ട് പൊസിഷനിലോട്ട് നമ്മൾ തിരിയുന്ന ഒത്തിരി പൊസിഷൻസ് ഉണ്ട് അല്ലേ. ഇവിടെയൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും, ഒരു വളവ് താഴോട്ടും ഒരു വളവ് നേരെയും പോകും. പക്ഷേ നമ്മൾ അവിടെ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ദൂരം വണ്ടി ഓടിച്ചതിന് ശേഷം ചിലപ്പോൾ ഒരു യൂ ടേണൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഓരോ ഡിസിഷനിലും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിനോട് തീരുമാനിക്കും, ഒന്നുകിൽ ഇടത്തോട്ടോ അല്ലെങ്കിൽ വലത്തോട്ടോ. ഇങ്ങനെ തീരുമാനിച്ചാണ് നമ്മൾ പോകുന്നത്. ഈ തീരുമാനിച്ച് പോകുന്നതിനനുസരിച്ച് നമ്മൾ എവിടെയൊക്കെയോ എത്തും. നമ്മുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ ഇടത്തും വലത്തും ഇങ്ങനെ തിരിയുന്നതനുസരിച്ച് നമ്മളിപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മൾ അൽക്കോറിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാനൊക്കെ ഒത്തിരി എക്സിറ്റൊക്കെ കാണും. അതൊക്കെ തീരുമാനിക്കുന്നതനുസരിച്ച് ഇവിടെ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയാം, നമ്മൾ എങ്ങനെ എടുക്കുന്ന തീരുമാനം. അപ്പോൾ അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ തീരുമാനങ്ങൾ എങ്ങോട്ടാണ് എന്നുള്ളത്. അത് ഡിസൈഡ് ചെയ്യുന്നത് എവിടെ വെച്ചാണ്? നമ്മുടെ മനസ്സിലാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നമ്മുടെ അപ്പോൾ അതുകൊണ്ട് എന്താണ്, മനസ്സിന് രൂപാന്തരം ഉണ്ടാകണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. മനസ്സിന് രൂപാന്തരം ഉണ്ടാകണം. അപ്പം ഈ മനസ്സിന് രൂപാന്തരം ഉണ്ടാകുന്നത് രണ്ട് രീതിയിലുണ്ടാകാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാകാം. ഇടത്തോട്ടും തിരിയാം, വലത്തോട്ടും തിരിയാം. ഒരു രീതി എന്ന് പറയുന്നത് ലോകത്തോട് അനുരൂപമാകുക എന്നുള്ളതാണ്. എന്താണ് ലോകത്തോട് അനുരൂപമാകുക എന്ന് പറഞ്ഞാൽ? എന്താണ് ലോകം? ലോകം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു സൃഷ്ടിച്ച, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച ഈ ലോകം എന്ന് പറയുന്നത് തെറ്റാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ലോകത്തിന് കുഴപ്പമൊന്നുമില്ല. ദൈവം സൃഷ്ടിച്ച ലോകം. പക്ഷേ ലോകത്തിൽ ഒരു വ്യവസ്ഥിതി ഉണ്ട്. ആ വ്യവസ്ഥിതി ഇപ്പോൾ ആരുടെ കീഴിലാണെന്നാണ് അപ്പോസ്തലന്മാർ പറയുന്നത്. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ വാക്യം ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 1 John chapter 5 verse 14. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, വേഴ്സ് 19, 19-ാമത്തെ വാക്യം. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. And in English? We know that we are of God, and the whole world lies under the sway of the wicked one. And the whole world lies under the sway of the wicked, of the evil one. അപ്പം ലോകം ദൈവം സൃഷ്ടിച്ചതാണെങ്കിലും ഇപ്പോൾ ലോകത്തിൻ്റെ അധീനതയിൽ കിടക്കുന്നു, അല്ലെങ്കിൽ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഈവിൾ വൺ എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പം ദ വേൾഡ് ഈസ് ഹാവിങ് എൻ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഡെവിൾ. അപ്പം അധീനതയിൽ കിടക്കുന്നു എന്ന് പറയുന്നത് സകല അധികാരവും അവൻ്റെ പക്കലായിരിക്കുന്നു. പിശാചിനെ തോൽപ്പിച്ചതാണ് കർത്താവ്, സകല അധികാരവും അവൻ്റെ പക്കലാണ്. പക്ഷേ ദർ ഇസ് എൻ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഡെവിൾ ഓൺ ദ വേൾഡ്. ലോകത്തിൽ അതുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട ലോകം നമ്മളുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കഴിയും. ഇനി ഒരു വാക്യയുടെ വാക്യം 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, 2 Corinthians chapter 4 verse 4. വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. അവിശ്വാസികളുടെ മനസ്സ് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ദൈവം, ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ പിശാച്, അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. സോ ദേ വിൽ നോട്ട് ബി ഏബിൾ ടു സീ ദ ഗ്ലോറി ഓഫ് ദ ഗോസ്പൽ. ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ തേജസ് മനസ്സിലാകാതെ വണ്ണം കണ്ണുകളെ കെട്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി എത്ര മനോഹരമായിട്ട് ഇവിടെ നിന്ന് പ്രസംഗിച്ചാലും അത് മനസ്സിലോട്ട് കയറുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പം ഒരു കുരുടാക്കുന്ന ഒരവസ്ഥ. അപ്പം അവിടെയും ഉദ്ദേശിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്യം, ഹൂസ് മൈൻഡ്സ് ദ ഗോഡ് ഓഫ് ദിസ് ഏജ്. അപ്പം പിശാചിനെ കുറിച്ചാണ് അത് പറയുന്നത്. അപ്പം ലോകം എന്ന് പറയുന്നത് ഈ വ്യവസ്ഥിതിയെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് പിശാചും പിശാചിൻ്റെ ഏജൻസ് ആയിട്ടുള്ള ഹിസ് ഏഞ്ചൽസുമാണ്. അവരാണ് ഇതിൻ്റെ പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പം ഈ ഇൻഫ്ലുവൻസ് വഴി നമ്മളും നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെട്ടു പോയാൽ നമ്മൾ എവിടെ ചെല്ലും? നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് ചെല്ലുകയല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ഉദ്ദേശിക്കുന്നത് ചെല്ലണമെങ്കിൽ അപ്പോസ്തലൻ പറയുകയാണ് അടുത്ത വഴി അവിടെ പറഞ്ഞിരിക്കുന്നു. വാട്ട് ഇസ് ദ സെക്കൻഡ് ഓപ്ഷൻ അവിടെ പറഞ്ഞിരിക്കുന്നു? വാട്ട് ഇസ് ദ സെക്കൻഡ് ഓപ്ഷൻ? ആ വാക്യം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തിൽ എഴുതിയിരിക്കുന്നത്, ദാറ്റ് യു മേ പ്രൂവ് വാട്ട് ഈസ് ദറ്റ് ഗുഡ് ആൻഡ് അക്സെപ്റ്റബിൾ ആൻഡ് പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. ആ വായിക്കാമോ 2-ാമത്തെ വാക്യം ഒന്നുകൂടെ?
നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ആ ദൈവഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് തിരിച്ചറിയാനായിട്ട്, നന്മയായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ദൈവഹിതം നമ്മളുടെ ജീവിതത്തിൽ എന്താണ് എന്നുള്ളത് തിരിച്ചറിയണം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പം ഇത് രണ്ടും, അപ്പം എന്തുകൊണ്ടാണ് മനസ്സിലാക്കണം? ഒരു കാര്യം മനസ്സിലാക്കണം, ദ പാരാമീറ്റേഴ്സ് ഓഫ് ദ വേൾഡ്, ലോകത്തിലെ പാരാമീറ്റേഴ്സ് അല്ല കർത്താവിൻ്റെ പാരാമീറ്റേഴ്സ്. മനസ്സിലായോ? ഈ രണ്ടിൻ്റെയും പാരാമീറ്റേഴ്സ് വരെ. അതുകൊണ്ടാണ് നമ്മൾ തീരുമാനിക്കുന്നതിനകത്തുള്ള അപ്പം നമ്മുടെ മനസ്സിനെ ഓരോ ദിവസം പോലും, എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരനക്കവും ഇല്ല ആത്മീയ ജീവിതത്തിൽ. എന്താ കാര്യം? മനസ്സിന് രക്ഷിക്കപ്പെടുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, രക്ഷിക്കപ്പെട്ടതിന് കുഴപ്പമൊന്നുമല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചന പ്രകാരം ഈ ഒരു മനസ്സിന് ഒരു രൂപാന്തരവും സംഭവിച്ചിട്ടില്ല. ഈ മനസ്സിനൊരു രൂപാന്തരവും സംഭവിക്കാത്തത് കൊണ്ട് അന്നുണ്ടായിരുന്ന കൺവിക്ഷൻസാണ് ഇന്നും ഉള്ളത്. ദൈവവചനം ഒന്നും നമ്മൾ പണിതിട്ടില്ല, നമ്മുടെ ഹൃദയത്തോടൊന്നും ഇടപെട്ടിട്ടില്ല. അപ്പം നമ്മുടെ ആ ഒരു അതേ പൊസിഷനിൽ നമ്മൾ നിൽക്കുക. നമ്മുടെ നാട്ടിലിങ്ങനെ പറയാറുണ്ട്, നട്ടപ്പോഴും 10 പറിച്ചപ്പോഴും 10, ഒരു രീതിയിലും വളർച്ച ഉണ്ടായിട്ടില്ല. അപ്പം ആ ഒരു നിലയിലാണ് നമ്മുടെ മനസ്സ് നിൽക്കുന്നതെങ്കിൽ മനസ്സിൻ്റെ രൂപാന്തരം ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പം 2 വഴിയാണ് നമ്മുടെ മുമ്പിൽ. ഒന്ന്, ലോകത്തിൻ്റെ വഴിയിൽ. അതാരാണ് തീരുമാനിക്കുന്നത്? ദ സ്വേ ഓഫ് ദ ഡെവിൾ, പിശാച് തീരുമാനിക്കുന്ന രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു പോകാം. ഇല്ലെങ്കിൽ ദൈവഹിതപ്രകാരം നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയും. നന്മയായിട്ടുള്ളത്, പൂർണ്ണമായിട്ടുള്ള ഈ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിനെ രൂപാന്തരപ്പെടുത്തണം എന്ന് നമ്മൾ പറയുന്നു. അപ്പം ഇവിടെ പറയുന്നത് ആൻഡ് ഡു നോട്ട് ബി കൺഫേംഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആരെങ്കിലും ചെയ്യുമെന്നാണോ നമ്മൾ ചെയ്യണമെന്നാണ് എഴുതിയിരിക്കുന്നത്. വായിച്ചാട്ട് രണ്ടാമത്തെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ച്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. It's an effort from our side. We need to take our initiative from our side. നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് ഈ കാര്യത്തിൽ നമ്മൾ എടുത്തേ പറ്റത്തുള്ളൂ. ദാറ്റ് മീൻസ് ഞാൻ ആരാധന ദൈവസന്നിധിയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കറിയാം, യാഗത്തിനായി അബ്രഹാമിനോട് പറഞ്ഞു, മോറിയ മലയിൽ പോയപ്പോഴത്തേക്ക് പറഞ്ഞു അബ്രഹാമിനെ പിടിച്ചുകൊണ്ട് രാവിലെ വലിച്ചഴിച്ചുകൊണ്ട് പോവുമായിരുന്നില്ല. there are sometimes ലോത്തിനെ വലിച്ചിറക്കിയ ഒരു സമയമുണ്ട്. നിങ്ങൾക്കറിയാം, ലോത്തിനെ ശിക്ഷാവിധിയിൽ നിന്നും വലിച്ചിറക്കിയ ദൂതന്മാരെ നിങ്ങൾക്കറിയാം. അത് ദൈവത്തിൻ്റെ മഹാകരുണയിൽ വലിച്ചിറക്കി. എന്നാൽ ആരാധനയ്ക്ക് വേണ്ടി പോകുമ്പോഴെല്ലായിടത്തും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊന്ന് ആരാധനയ്ക്കാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം കർത്താവിൻ്റെ കൂടെ, കർത്താവിൻ്റെ വഴിയിൽ നടക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്. എന്തുകൊണ്ട്? ഈ വോളണ്ടറി ആയിട്ടുള്ളത് കൊണ്ടാണ് ആരും മുമ്പോട്ട് പോകാത്തത്. ഓപ്ഷണലാണല്ലോ. രക്ഷിക്കപ്പെട്ടതാണോ? ആണ്. കർത്താവ് കൊണ്ടുപോകും. എത്തുമല്ലോ, ഇനിയും ബാക്കിയൊന്നും പ്രശ്നമില്ല, ഓപ്ഷണലാണല്ലോ എന്നുള്ള ഒരു ചിന്ത. പക്ഷേ നമ്മൾ കർത്താവിനോടുള്ള സ്നേഹബന്ധത്തിലോട്ട് കടന്നു വരുമ്പോൾ, ഓരോ ദിവസവും അവനെ ടേസ്റ്റ് ചെയ്ത് മുമ്പോട്ട് കടന്നു വരുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു മിസ്ഡ് എ ലോട്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. കർത്താവിൻ്റെ കൂടെ സ്നേഹത്തിലുള്ള നടത്ത നഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തയാവും. അപ്പം മനസ്സിനെ രൂപാന്തരപ്പെടുന്നത് എൻ്റെ ഒരു ആവശ്യമായിരിക്കുന്നത് കൊണ്ട് ദൈവസന്നിധിയിൽ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ആൻഡ് വി നീഡ് ടു ഡൂ ദോസ് തിങ്സ്. നമ്മളത് ചെയ്യേണ്ടതായിട്ടുള്ള. ഇപ്പം നമുക്ക് ചൊവ്വാഴ്ച കേട്ടത് ഇങ്ങനെയാണ്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. വി നീഡ് ടു ബി ട്രാൻസ്ഫോം ബൈ ദ റിന്യൂവിങ് ഓഫ് ദ മൈൻഡ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ടെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട. അടുത്ത 2026 തുടങ്ങുന്ന സമയത്ത് നമ്മൾ പിന്നെയും വന്നിട്ട് കർത്താവേ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്നുള്ള ഒരു രീതിയാണോ പറയുന്നത്? ഓർ ഐ സേ ലോർഡ് ഐ വോണ്ട് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ആ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം അതിനൊന്നാമതായി ദൈവവചനം തന്നിരിക്കുന്നത് ദൈവവചന സത്യങ്ങളാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെന്ന് ചോദിച്ചാൽ, ചിലർക്ക് സ്നാനപ്പെടേണ്ടത് ആവശ്യമാണോ എന്ന് ചോദിച്ചുകൊണ്ട് വർഷങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം. ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് ബൈബിൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അനുസരിക്കാം. മനസ്സിലാകുന്നുണ്ടോ? സ്പെസിഫിക് ആയിട്ടുള്ള ചില കേസസിലൊക്കെ ചിലപ്പോൾ കർത്താവ് മനസ്സറിഞ്ഞ് എന്തെങ്കിലും ചെയ്തു. അല്ലെങ്കിൽ ജനറലായിട്ട് ഞാൻ പറയാം, സ്പെസിഫിക് ആയിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനമുണ്ട്, വ്യക്തമായ ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു എംബസിയിൽ ഒരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അവരൊരു ലീഫ്ലെറ്റ് ഇങ്ങോട്ട് തരും. ഇതൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്. 1 2 3 4 5 6 നിങ്ങളുടെ പാസ്പോർട്ട് കൊണ്ടുവരണം. പാസ്പോർട്ട് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ഇത്ര മാസം അതിനകത്ത് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് NOC വേണം. അതൊക്കെ കാര്യങ്ങളൊക്കെ വേണം അല്ലേ? നിങ്ങളവിടെ ചെന്നിട്ട് പാസ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടോ?
അല്ലെങ്കിൽ ഇനി എംബസിയിൽ അംബാസഡർ വന്ന് നമ്മളോട് പറഞ്ഞാൽ മാത്രമേ ഞാൻ പാസ്പോർട്ട് കൊടുക്കൂ. ആരും പറയാറില്ല. എല്ലാവരും അത് വായിക്കാറുണ്ട്. വായിച്ചിട്ട് എല്ലാം കൊണ്ടാണ് അവിടെ ആപ്ലിക്കേഷന് പോകുന്നത്, അല്ലേ? അതുപോലെ ദൈവവചനത്തിനകത്ത് ദൈവവചന സത്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ദൈവവചന സത്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വായിക്കേണ്ടത് ആവശ്യമാണ്, പഠിക്കേണ്ടത് ആവശ്യമാണ്. 2 തിമോത്തി 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 14 വായിച്ചാട്ടെ. 3-ാം അധ്യായം 14-ാമത്തെ വാക്യം തൊട്ട് 16-ാമത്തെ വാക്യം വരെ. 2 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 14 to 16. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഇനി 14-ാമത്തെ വാക്യം, can you read verse 14? നീയോ ഇവിടെ വായിച്ചാൽ, ഇംഗ്ലീഷ് വായിച്ചാൽ. But you must continue in the things which you have learned and been assured of, knowing from whom you have learned them, and that from childhood. 2 വാക്കോടെ ശ്രദ്ധിക്കണം. പഠിക്കണം, പിന്നെ ബി അഷ്വേർഡ് ഓഫ്, അല്ലേ? നിശ്ചയം പ്രാപിക്കണം. 2 വാക്ക്. മലയാളത്തിലുണ്ടോ വാക്യം? പഠിക്കണം, നിശ്ചയം പ്രാപിക്കണം. അപ്പം എന്തൊക്കെ ചെയ്യണം? ദൈവവചനം പഠിച്ചു, ദൈവവചനം നിശ്ചയം പ്രാപിച്ചു. പഠിക്കേണ്ടത് ആവശ്യമാണ്. വെൻ യു സ്റ്റഡി യു ലോട്ട് ഓഫ് തിങ്സ് യു സ്റ്റഡി, ബട്ട് ദാറ്റ് നീഡ് നോട്ട് ബി കറക്റ്റ് സംടൈംസ്. സോ ദർ ആർ നിശ്ചയം പ്രാപിക്കുന്ന ചില കാര്യങ്ങളെ കാണത്തുള്ളൂ. സോ യു നീഡ് ടു നോ വട്ട് എവർ യു സ്റ്റഡീഡ് ആൻഡ് വട്ട് എവർ യു നോ, ആൻഡ് യു നീഡ് ടു ഹോൾഡ് ഓൺ ടു ദാറ്റ് ബിക്കോസ് ദോസ് ആർ ട്രൂത്ത്സ്. സത്യങ്ങളാണ്. അത് മനസ്സിലായോ? എന്തൊക്കെ വേണം? പഠിക്കണം, നിശ്ചയം പ്രാപിക്കണം. കാരണം നമുക്ക് എങ്ങോട്ടാണ് പോകുന്നത് ഉള്ള ഡയറക്ഷൻ അറിയാൻ വയ്യെങ്കിൽ ചുമ്മാതെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, വെറുതെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? എങ്ങോട്ടാണ് പോകേണ്ടത്? അറ്റ്ലീസ്റ്റ് നമ്മൾ വണ്ടിയിൽ കയറുന്നിട്ട് ചോദിക്കും, ചിലപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ല, നമ്മൾ വണ്ടിയിൽ കയറുന്ന ഡ്രൈവർ ചോദിക്കും, ചേട്ടാ എങ്ങോട്ടാണ് പോകണ്ടേ, എങ്ങോട്ട് ഞാൻ തിരിക്കണം, ഇടത്തോട്ട് തിരിക്കണം പോലെ. സോ യു നീഡ് ടു ഹാവ് ദ ഡെസ്റ്റിനേഷൻ. അത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ആ മാപ്പ് കിട്ടുന്നത് ബൈബിളിൽ നിന്നാണ്, ദൈവവചന സത്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ഒന്നാമതായി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ദൈവവചനം വായിക്കണം. ഒന്നാമത് വായിക്കണം. ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് ദൈവവചനം വായിച്ച എത്ര പേരുണ്ട്? കയ്യൊന്നും പൊക്കാൻ ഞാൻ പറയുന്നില്ല. ഇന്ന് ദൈവവചനം വായിച്ചവർ എത്ര പേരുണ്ട്? ഇന്ന് ദൈവവചനം പഠിച്ചവരെത്ര പേരുണ്ട്? ദൈവം നിശ്ചയം തന്ന എത്ര കാര്യങ്ങളുണ്ട്? മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? പോട്ടെ, ഈ ആഴ്ച നിങ്ങളുടെ ബൈബിൾ എടുത്ത് നോക്കിയാൽ, നിങ്ങളുടെ ബൈബിൾ ഒന്ന് സൈഡ് വൈസ് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കിയാൽ, ഇങ്ങനെ നോക്കിയാൽ അറിയാം നിങ്ങൾ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ്. ചിലരുടെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഭാഗം ഏതാണെന്നറിയോ? സങ്കീർത്തനം. അത് ആ ബൈബിൾ നോക്കിയാൽ അറിയാം ഏത് ഭാഗമാണെന്ന്. പുതിയ ബൈബിൾ ഉപയോഗിക്കുന്ന പറ്റത്തില്ലായിരിക്കാം, പക്ഷേ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ബൈബിളുകളാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഏത് ഭാഗമാണ് നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നത്. ചിലരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ പുത്തം പോലെ ഇരിക്കുക, ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഒന്നാമതായ പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയാം, ഐ നോ വി ആർ ലിവിങ് ഇൻ എ വെരി വെരി അഡ്വാൻസ്ഡ് ലെവൽ വെർ വി ഹാവ് ലോട്ട് ഓഫ് ഫോൺസ് in which we can do Bible study and we can mark Bible study. One of our brothers were doing the same thing. അദ്ദേഹത്തിൻ്റെ വളരെ വിലയേറിയ ആപ്പിളാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ടാബിനകത്തെല്ലാം ബൈബിളൊക്കെ ഒരു ദിവസം അദ്ദേഹം ഈ ബൈബിളും കൊണ്ട് അദ്ദേഹം വളരെ സിൻസിയറായിട്ട് പഠിക്കുന്ന ഒരു സഹോദരനാണ്. ഉഴപ്പ് സഹോദരനൊന്നുമല്ല, വളരെ സിൻസിയറായിട്ട് പഠിക്കുന്ന സഹോദരൻ. ആ സഹോദരൻ ഈ ബൈബിളും കൊണ്ട് രാവിലെ ഡ്യൂട്ടിക്ക് പോവുകയാണ്. വണ്ടിയിലിരുന്ന് വായിച്ചു ഒക്കെ കഴിഞ്ഞതിന് ശേഷം അന്ന് ആ വണ്ടി ആക്സിഡൻ്റായി. ആ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിനൊന്നും ദൈവത്തിൻ്റെ കരുണയാൽ വലിയ കാര്യമായിട്ടൊന്നും പറ്റിയില്ല. പക്ഷെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആപ്പിള് തവിട് പൊടിയായിപ്പോയി. അദ്ദേഹം മാർക്ക് ചെയ്തതും അദ്ദേഹത്തിന് എഴുതി വെച്ച ഒത്തിരി നോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം പോയി. സാധാരണ ബുക്കിന് സംഭവിക്കത്തില്ലെന്നല്ല, ബട്ട് ദർ ഈസ് ഒരു എന്നാ പറയുന്നത്, ഇച്ചിരൂടെ ഒരു പ്രോക്സിമിറ്റിയും ഡിസ്റ്റർബൻസ് ഇല്ലാതെയും ഒക്കെ നമുക്ക്
മൊബൈലിനകത്ത് വായിക്കുന്നതുകൊണ്ടോ ഇൻസ്റ്റാൾ ചെയ്യുന്നതോ ഒരു കുഴപ്പമില്ല, നമുക്കതൊക്കെ ചെയ്യാം. ബട്ട് ദാറ്റ് ഇസ് നോട്ട് എ പ്രൈമറി സോഴ്സ് ഓഫ് ദാറ്റ്. അതാണ് കർത്താവിൻ്റെ വചനം നമ്മളോട് ജീവിതത്തിൽ പറയുന്നത്. നമ്മൾ പഠിക്കണം, നമ്മൾ നിശ്ചയം പ്രാപിക്കണം. ഇതെന്തിനു വേണ്ടിയൊക്കെ ഉള്ളതാണ്? ഇത് നമ്മളെ സഹായിക്കും, നമ്മുടെ ഉപദേശത്തിന്, നമ്മുടെ ഡയറക്ഷന്, എല്ലാ കാര്യത്തിനും ദൈവവചനം സഹായിക്കും എന്ന് പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ഇനിയും വേറെ പലരെ സംബന്ധിച്ചിടത്തോളം ദേ ലൈക്ക് ടു റീഡ് other things than Bible. No, primary thing should be God's word. ദൈവവചനമായിരിക്കണം നമ്മളുടെ പ്രൈമറി ബുക്ക് ഓഫ് റീഡിങ്. കർത്താവിൻ്റെ വചനത്തിൽ നിന്നും കേൾക്കുവാൻ അത് ഒരു ശിശുവിനെ പോലെ നിങ്ങൾ ചെല്ലുന്നുവെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എക്സ്പീരിയൻസ് നിങ്ങൾ പറയട്ടെ, ഗോഡ് വിൽ സ്പീക്ക്. ദൈവം നമ്മളോട് സംസാരിക്കും. പക്ഷെ ഒരു ശിശുവിനെ പോലെ ചെല്ലണം. പക്ഷേ നമ്മളൊക്കെ വളരെ തിരക്കേറിയവരായതുകൊണ്ട് ചിലപ്പം കർത്താവിന് പോലും നമ്മൾ നിന്ന് കൊടുക്കാറില്ല. വളരെ കർത്താവ് പിന്നെ ക്യാപ്സൂളാക്കിയൊക്കെ തരണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, പ്രിയ സഹോദരങ്ങളെ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ 2025 നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ പ്ലീസ് സ്പെൻഡ് ടൈം വിത്ത് ഗോഡ്സ് വേർഡ്. നിങ്ങൾക്കല്ലെങ്കിൽ ഒരു ആത്മീയ ജീവിതത്തിൽ ഒരു പുരോഗതി നിങ്ങളുടെ ജീവിതത്തിൽ. ആൻഡ് ദെൻ യു ആസ്ക് ദ ലോർഡ്, ഐ വോണ്ട് ടു സ്റ്റഡി ഇറ്റ്. എനിക്കത് നിശ്ചയം പ്രാപിക്കണം. കർത്താവിൻ്റെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എഴുതി തരണം. ആൻഡ് ദ ലോർഡ് വിൽ ഡു ദാറ്റ് ഫോർ us. ദൈവം നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ ചെയ്യും. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, ലെറ്റ് us read this ഭാഗം. ഐസയ chapter 6 verse 1 to 5. ഐസയ chapter 6 verse 1 to 5. വേഴ്സ് 1 ഉം 5 നമുക്കറിയാവുന്ന ഭാഗമാണ്. യെശയ്യാവിൻ്റെ 6 അധ്യായത്തിൻ്റെ ഐസയ chapter 6 verse 1 and 5. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠ മതി. ഇവിടെ നമുക്ക് ഈ ഭാഗം നല്ല പരിചിതമായ ഭാഗമാണ്. യെശയ്യാവിൻ്റെ 6 എന്ന് പറയുന്ന അനേക പ്രാവശ്യം നിങ്ങൾ പ്രസംഗിച്ച് കേട്ടിട്ടുള്ളതായിരിക്കും. ഹിയർ ഹീ ഈസ് സീയിങ് എ വിഷൻ ഓഫ് ഗോഡ്സ് പ്രസൻസ്. ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു ദർശനം അദ്ദേഹം കാണുകയാണ്. ഇൻ ദ ഇയർ ഓഫ് കിങ് ഓസിയ ഡൈഡ്, ഐ സോ ദ ലോർഡ് സിറ്റിംഗ് ഓൺ എ ത്രോൺ. ഡെഫിനറ്റ്ലി ഇറ്റ് കുഡ് ബി എ വിഷൻ. അദ്ദേഹം ആ ദർശനം കാണുകയാണ്. ആ ദർശനം കാണുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹം മീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അന്നേരം വരെ 5-ാം അധ്യായം വരെ നമുക്കറിയാം, അദ്ദേഹം എൻ്റെ ചുറ്റുമുള്ളവർക്ക് ആ പ്രശ്നമുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ഈ പ്രശ്നമുണ്ട്, എൻ്റെ ഭർത്താവിന് ഈ പ്രശ്നമുണ്ട്, എൻ്റെ സഹോദരങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട്, എൻ്റെ സഭയ്ക്ക് ഈ പ്രശ്നമുണ്ട്, എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ആ വ്യക്തി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ വാട്ട് ഈസ് സെഡ്? അദ്ദേഹം എന്താ പറഞ്ഞേ? ഓ ഈസ് മീ ഫോർ ഐ ആം അൺഡൺ. വേഴ്സ് 5, 5-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. This is something that we definitely need to have in our life. See, I can read all scriptures, I can study very well. ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. നല്ല കാര്യം തന്നെ, അത് നമ്മുടെ ജീവിതത്തിൽ വേണം. കാരണം നമുക്ക് ഡയറക്ഷൻ അറിയണമെങ്കിൽ we need the map, fine. But that alone is not enough. The second part is you need to meet with the Lord. Mostly it happens in prayer. പ്രാർത്ഥിക്കുമ്പോഴായിരിക്കാം, നടക്കുമ്പോഴായിരിക്കാം, ഒരു പക്ഷെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ നമ്മൾ സംസാരിക്കും. ഇൻറ്റിമേറ്റായിട്ട് ദൈവത്തോടുകൂടെ സംസാരിക്കുന്ന സമയങ്ങൾ എത്ര പേർക്കുണ്ട്? ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിക്കാറുണ്ട്, കുഞ്ഞുങ്ങൾ പറയാറുണ്ട്, സംടൈം സമയം കിട്ടാറില്ല, രാവിലെ ഭയങ്കര തിരക്കാണ്, ഞങ്ങൾക്ക് സ്കൂൾ ബസ്സൊക്കെ വരും, ഭയങ്കര തിരക്കാണ്. നമ്മളപ്പം സ്കൂൾ ബസ്സിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ ഓഫീസിൽ പോകുന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചത് അതിനെക്കാട്ടി തിരക്കായിരിക്കും. How much time you have intimate time with the Lord so that you can see His presence and He can influence you to know where you are standing. ദൈവം നമ്മളെ തിരിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും
I thought my wife has the problem, but I am the problem. You understood? See, ഈ പെർസെപ്ഷൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആ ഹെഡ്, അതുകൊണ്ടാണ് the knowledge puffs up, but the love edifies. The knowledge can go into your head, but nothing, you are not meeting the Lord. കർത്താവിനോട് സംസാരിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നൊക്കെ പറയുന്നത് വെറും ജസ്റ്റ് തിയറികളേ ഉള്ളൂ കേട്ടോ. Are you spending time, quality time with the Lord Jesus Christ? And the Lord sit with you and then tell you, son, it's your issue because you are seeing the holy God. ആ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യം കാണുമ്പോൾ says, oh, unto me, I am the problem. And then say, Lord, it's my issue, it's not others. And then comes automatically another thing. Then the Lord asks one question, who will go for us? ഞങ്ങൾക്ക് വേണ്ടി ആര് പോകും? Who will carry the message of mine? എന്ന് ചോദിക്കുമ്പോൾ then comes the next statement, the commitment from Isaiah. Let's see that verse, 8ാമത്തെ വാക്യം, verse 8. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. Then I said, send me, here I am. Again, first meet the Lord, then comes the commitment. അതിനൊരു ബാക്കിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഇമോഷണൽ തീരുമാനങ്ങൾക്കൊക്കെ ചിലപ്പം ഈ 2025 തുടങ്ങുമ്പോൾ നമ്മൾ തീരുമാനിക്കും, ഞാൻ കർത്താവിന് വേണ്ടി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ 25 ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് സംഭവം എല്ലാം പോയി, ആവിയായിപ്പോയി. പിന്നെ അടുത്ത വർഷം തുടങ്ങുമ്പോൾ പിന്നെയും തുടങ്ങും. ബട്ട് ദിസ് ഈസ് നോട്ട് അബൌട്ട് ദ ഇയർ, ദിസ് ഈസ് എവ്രി ഡേ മീറ്റ് വിത്ത് യുവർ ലോർഡ്. കർത്താവുമായിട്ട് കണക്റ്റിംഗ് ടൈം ഉള്ളപ്പോൾ, ദൈവവുമായിട്ട് കണക്റ്റിംഗ് ടൈം ഉള്ളപ്പോൾ, and the Lord charges you up. It says, now the Lord asks you, do this for me? മുമ്പിൽ പറഞ്ഞ ആരാധനയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ തികയ്ക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ when we meet the Lord. So Lord, I am nothing എന്നുള്ള ആ തീരുമാനവും കർത്താവിൻ്റെ ബേർഡൻ നമുക്ക് വരികയും ചെയ്യുന്നത് ഈ ഒരു മീറ്റിങ്ങിലാണ്. Next question to you, dear brothers and sisters. How many of you spend time with the Lord? At least 1/10 of what you spend with your phone. 1/10 at least I'm asking. നിങ്ങളുടെ ഫോണിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ 10-1 ദൈവത്തിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്ന എത്ര പേരുണ്ട്? And you want to be transformed in the mind? You need to sit with the Lord. No shortcuts. കർത്താവിനത് വേണമായിരുന്നെങ്കിൽ when you pray, when you fast, when you give alms, this is what the Lord taught. If you pray, if you fast, if you give alms എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ, നിങ്ങൾ കൊടുക്കുമ്പോൾ, ഇങ്ങനെയാണ് പറഞ്ഞത്. So here you need to be very, very clear. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാതെ നമ്മുടെ ആത്മീയ ജീവിതം വ്യത്യാസപ്പെടുന്നു. See, you can come here with old knowledge because നമ്മൾ ഈ ഓൺ ദ വേ കേൾക്കുന്ന കാര്യങ്ങളും ഒക്കെ ഇതൊന്നും ഫ്രഷ് അല്ല. These are all second hand. Go and get it from the Lord. Praise the Lord. Our God, I remember that brother, he says, our God is not a photocopy machine. He's a creator. He's a creator. So he creates. You don't have to bring here something which is old, provided you're faithful. നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ. അവൻ ദൈവസന്നിധി ചെന്നിട്ട് കർത്താവേ, the Lord needed it. Speaking the face of Father every day. എല്ലാവരും പോയതിന് ശേഷം കർത്താവ് ചെന്നിട്ട് ഗെത്സമനെ ചെന്നിട്ട് തകർന്നു വീണ് കരയാം. ഓരോ സമയം കർത്താവിന് ആവശ്യമായിരുന്നു. How much more for us? Paul needed it. He says, I plead with you, dear brothers and sisters, pray for me. Paul says, I'm praying for you night and day. And so he's praying. നമുക്ക് എത്ര അധികം വേണം? സോ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറയുന്നതിൻ്റെ സെക്കൻഡ് ആസ്പെക്റ്റായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. ദാറ്റ്സ് അവർ മീറ്റിംഗ് വിത്ത് ദ ലോർഡ്, അവർ പ്രയർ ലൈഫ് വിത്ത് ദ ലോർഡ്. നമുക്ക് ദൈവത്തിൻ്റെ കൂടെ നോ ടേക്ക് യുവർ ടൈം. പല പ്ലേസസ് ഉണ്ട് കർത്താവിനെ മുഖാമുഖമായി കണ്ട ഓരോ സമയങ്ങളും. Paul met the Lord in Damascus, and that's it. It changed his life. Moses met with the Lord. His face was changed, and life was changed. Everything was changed. See,
We meet with the Lord every day. കർത്താവിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന ആ ഒരു വലിയൊരു സാന്നിധ്യം, കർത്താവിൻ്റെ കൂടെ ആവരിക്കുന്നൊരു സമയം. Not only in the prayer time, even when we are walking, when you're working, all that is there. But then there is some time, quality time, we need to spend with the Lord. So let me ask you, dear brothers and sisters, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മുടെ സൈഡിൽ നിന്നും ഒരു ആഗ്രഹം, ഒരു ആവശ്യം. I'll tell you, don't tell me that you don't have time. Don't tell me. Even in the midst, on the cross, that man prays, Lord, when you come in paradise, please remember me. Please, don't tell me you don't have time. In the midst of that, on the cross, that thief is praying. How much more for us? Dear brothers, that's what when we're talking about, when we say we want to be renewed in the mind. Now the third thing, let's see Romans chapter 12. Romans chapter 12. Let's read this verse. Verse 19. Verse 20. Let's take verse 20. ഒരു വാക്യം സാമ്പിളായിട്ട്. Let's read verse 20. 12:20. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്നുവാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കുവാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അടുത്ത വാക്യം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. This is a command. This is not an option. This is a command. Now when we read this command, ഈ ഒരു കമാൻഡ് നമ്മൾ വായിക്കുമ്പോൾ, നീ തിന്മയോട് തോൽക്കരുത്, don't be overcome by evil, but overcome evil with good എന്ന് പറയുമ്പോൾ, now we take it as an option and we say, Lord, should we obey or should we not obey? And here is the step we have to do next. When the Lord tells you to do something or work on something, start moving. Start obeying. I'm saying that ഒരു പക്ഷെങ്കിൽ 100% ആയി എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ start moving. God will help you. Praise the Lord. So, yeah, Bible knowledge is very good. Prayer is fantastic. പക്ഷേ no action. No action. എന്നുള്ള ഒരു ക്രിസ്ത്യനെ കുറിച്ചല്ല ദൈവവചനം പഠിപ്പിക്കുന്ന ക്രിസ്ത്യാനിറ്റി. Say simple as you take that all that verse ഇതെല്ലാം പറഞ്ഞതിന് ശേഷം you take all of those verses above that. You rejoice with those who rejoice, weep with those who weep, bless those who persecute you, bless and do not curse. ഈ വാക്യങ്ങളെല്ലാം ഓരോരോ വാക്യങ്ങൾ നമ്മളെ കാണുമ്പോൾ, ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണും. പഠിച്ച് പ്രസംഗിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ ജീവിതത്തിന് വേണ്ടി. കർത്താവേ, the next step is obedience. I start obeying in my life. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പതുക്കെ പതുക്കെ കർത്താവ് കൃപ തരാൻ തുടങ്ങും. ബിക്കോസ് യു വാണ്ട് ടു ഗോ ഇൻ ദിസ് വേ. കർത്താവ് ഓരോ ദിവസവും നമ്മളെ സഹായിക്കാൻ തുടങ്ങും. പക്ഷേ നമ്മുടെ ഒരു ചെറുവിരലുകൾ കൊണ്ടുപോലും നമുക്ക് അനക്കാൻ മനസ്സില്ലാതെ നമ്മൾ ഐ എം ഹാവിങ് 21 day fasting. ഓക്കെ, ഐ എം വെരി ഗുഡ്. What about obedience? What about obedience? The Lord told you, get right with that brother. കാര്യങ്ങളുമായിട്ടൊന്ന് നിരപ്പ് പ്രാപിക്കുക സഹോദര. That is not possible. Obey is something that which I have to do. അപ്പോൾ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്ന കാര്യങ്ങൾ അടുത്തതായി നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുക. That's when we obey. And the fourth thing I want to say is Ephesians chapter 5 verse 18. That's the favorite verse. Ephesians 5:18. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്ന് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു അല്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന ദാനം, ആ ദാനം ലഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു കമാൻഡ് വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. അതെപ്പോഴൊക്കെയാ? മീറ്റിങ്ങിന് വരുമ്പോഴല്ല, എന്നും. അങ്ങനെയാണെങ്കിൽ എൻ്റെ വായിൽ നിന്ന് ചില കാര്യങ്ങൾ വരും. എന്തൊക്കെ വരും?
എന്തൊക്കെ വരും? വായിച്ചേട്ടാ വാക്യം, വേഴ്സ് 19. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങൾ വരും, സ്തുതികൾ വരും, ആത്മീയ ഗീതങ്ങൾ വരും, തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. അപ്പം ഈ സ്തോത്രവും ഉണ്ടാവും. കാരണം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു കവിയുന്നത് വായത പ്രസ്താവിക്കുന്നു. ഹൃദയത്തിൽ കയ്പങ്ങോട്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ അപ്പോഴായിരിക്കും എന്തിനോട് പൊട്ടിത്തെറിക്കുകയല്ലേ അല്ലേ? എന്തോ പുറത്ത് വരുന്നേ? അകത്തിരിക്കുന്നതല്ലേ പുറത്ത് വരുള്ളൂ. എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എന്നാലും എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞങ്ങ് പൊട്ടിത്തെറിക്കുക. ഹൃദയത്തിനുള്ളിൽ അതുള്ള എല്ലാം ഒരു വോൾക്കാനോ പോലെ പുറത്ത് വരിക. എന്നാൽ ആത്മാവ് നിറഞ്ഞവരാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ഓറഞ്ച് ജാറ് പൊട്ടിച്ചാൽ എന്തോ വരും? ഓറഞ്ച് നിറഞ്ഞ ഓറഞ്ച് ജ്യൂസ് ആയിരിക്കും വരുന്നല്ലേ, അല്ലാതെ വേറെ എന്തോ വരാൻ? എന്നാൽ കയ്പ് നിറഞ്ഞ എന്തെങ്കിലും പൊട്ടിച്ചാൽ എന്തോ പറ്റും? എല്ലായിടത്തും കയ്പായിരിക്കും. അത് പോയി തൊടുന്നിടത്തെല്ലാം കയ്പായിരിക്കും. അത് ഓരോ സഹോദരന്മാരെ തൊട്ട്, ബ്രദർ എന്നോട് അങ്ങനെ ചെയ്തു, ആ ബ്രദർ എന്നോട് ഇങ്ങനെ ചെയ്തു. Brother, be filled in the Holy Spirit. Hallelujah. And that will give us, what will you get? Be clothed with the power from high. ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുവോളം നിങ്ങളങ്ങ് പോവല്ലെന്ന് പറഞ്ഞു. Praise God. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുക. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, മനസ്സ് ഒതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞിച്ച് നിങ്ങളിതൊക്കെ ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞു വിടുന്നൊരു കർത്താവല്ല. മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുകയാണ്. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം. എന്തിനു വേണ്ടി? ഈ സാഹചര്യങ്ങളിലൊക്കെ മധ്യത്തിൽ നമ്മൾ പാടി നിന്ന പഴി ദുഷികളുടെയൊക്കെ നടുവിൽ ഒരു സ്തോത്രം പറയണമെങ്കിൽ ഉള്ളിൽ ദൈവം സഹായിക്കണം അല്ലേ? ഉള്ളിൽ ദൈവം സഹായിക്കണം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, എഫീഷ്യൻസിൽ പറഞ്ഞ 5:18, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. വീഞ്ഞു കുടിച്ച് മത്തരാവരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ബി ഫിൽ ആൻഡ് ആസ്ക് ദ ലോർഡ്, ലോർഡ് ഫിൽ മീ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. I'll tell you, your office is so difficult. Very good. God knows about it. Be filled with the Holy Spirit. Your client is so difficult. Praise God. God knows about it. A solution is be filled with the Holy Spirit. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ആൻഡ് അപ്പോസ്തലന്മാരുടെ എല്ലാം ഡിഫിക്കൽട്ടായിട്ടുള്ള ജേർണിയിൽ അവിടെ ഒരു കാര്യം അഡീഷണൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ബീങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. Apostle Peter did this. Being filled with the Holy Spirit. The brothers did this. Hallelujah. നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് മെത്തേഡ്സ് ഉണ്ടോ? ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവരാണ് മനസ്സ് ഒതുക്കി രൂപാന്തരപ്പെടാൻ. കർത്താവെ, ഞങ്ങളിന്ന് വരെയും ദൈവവചനം അവഗണിച്ചു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം വായിക്കാൻ എന്നെ സഹായിക്കണം. കർത്താവെ, നിൻ്റെ സാന്നിധ്യം, കർത്താവെ, ഐ ആം സോ ബിസി. സഹോദരങ്ങളെ, ഞാൻ പിന്നെ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഓടുന്നതൊക്കെ കൊള്ളാം, ജോലി ചെയ്യുന്നതൊക്കെ കൊള്ളാം, നമ്മൾ ജോലിക്കായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ കൊള്ളാം. ഓട്ടസഞ്ചിയിൽ ഇടുവാൻ വാങ്ങിക്കുന്നത് പോലെ നമ്മൾ വാങ്ങിക്കരുത്. കാരണം ഓട്ടസഞ്ചിയുടെ പ്രത്യേകത എന്താണെന്നറിയാമല്ലോ? സഞ്ചി നമ്മളുണ്ടാവും, സഞ്ചിയുടെ അടിയിൽ ഓട്ട ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കൊണ്ടിടും, അടിയിൽ നിന്ന് പൊക്കോണ്ടിരിക്കും. അതുകൊണ്ട് ഓട്ടസഞ്ചിയിലിടാൻ വാങ്ങിക്കരുത്. ദൈവസന്നിധിയിൽ കൊടുക്കേണ്ടത് വ്യക്തമായ സമയങ്ങൾ ദൈവത്തിന് കൊടുക്കുക. Praise the Lord. And pray, Lord, you take care of the rest of that stuff. താവേ സഹായിക്കണം. Spend time with the Lord. And then the Lord tells you something. ചില കാര്യങ്ങൾ നമ്മളെ കാണിച്ചു തരുമ്പോൾ start moving. Start going in the അനുസരണത്തിൻ്റെ പാതയിൽ മുമ്പോട്ട് പോകാനായിട്ട് മനസ്സ് വെക്കുക. God will bless you, brother, sister. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. When God sees you, your initiative to start do the obedience, അനുസരിക്കാനുള്ള ഓരോ സ്റ്റെപ്പും നിങ്ങളുടെ ജീവിതത്തിൽ കാണുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്ക്. അവരെ കൊണ്ട് അറിയാവുന്നൊക്കെയും അവർ ചെയ്തപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു. നാലാമതായി ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാനാൽ നിറയപ്പെടാം. ദൈവം നമുക്ക് തന്ന പരിശുദ്ധാത്മാ നിറയപ്പെടുമ്പോൾ ദൈവം നമ്മളെ ശക്തീകരിക്കും. ഇതൊക്കെയും ചെയ്യുവാൻ
നമ്മുടെ ബലഹീനകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.